ജീവിതത്തിന്റെ നല്ല സമയം കോടതികളിൽ നിയമ പോരാട്ടങ്ങൾക്കായി ചിലവഴിക്കേണ്ടിവരുന്ന എത്രയോ ഭാര്യാഭർത്താക്കന്മാർ. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി നോക്കാം. 14 മാസം മാത്രം ഒരുമിച്ച് താമസിക്കുകയും 17 വർഷം തുടർച്ചയായി അകന്ന് താമസിക്കേണ്ടിയും വന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഡിവോഴ്സ് അനുവദിക്കുകയാണുണ്ടായത്. പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഇരു കക്ഷികൾക്കും ഇനിയും കഴിയുന്നതാണ്. ഈ കേസിൽ ഭർത്താവ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 142 അനുസരിച്ച് ഡിസൊല്യൂഷൻ ഓഫ് മാരേജിന് ഡയറക്ഷൻ നൽകുന്നതിനായി കോടതിയെ സമീപിച്ചു. കേസ് പരിഗണിച്ച കോടതി ഇനിയൊരു വിവാഹ ജീവിതം നിർദ്ദേശിക്കാൻ കഴിയില്ലെന്നും ആൾറെഡി ഡെഡായ മാറ്ററാണെന്നും നിരീക്ഷിച്ചു. ഭർത്താവിന്റെ ആപ്ലിക്കേഷൻ അലോ ചെയ്യുകയും ചെയ്തു. കോളേജ് ലെക്ചററായ ഹസ്ബൻഡ് ഭാര്യയ്ക്ക് 40 ലക്ഷം വൺ ടൈം സെറ്റിൽമെന്റായി നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. മെയിൻ്റനൻസ് അലിമണി വിഷയത്തിൽ ഫാക്ട്സും സർക്കംസ്റ്റാൻസും, പ്രത്യേകിച്ച് കക്ഷികളുടെ സാമ്പത്തിക സ്ഥിതി, വിവാഹജീവിതത്തിൽ കുട്ടികളില്ലാത്തത് ഇവയെല്ലാം കോടതി പരിഗണിക്കുകയുണ്ടായി. നിലവിലുള്ളതും ഭാവിയിലേക്കുമായി വൺ ടൈം സെറ്റിൽമെന്റ് എമൗണ്ട് എന്ന നിലയിൽ 40 ലക്ഷം രൂപ ഭാര്യയ്ക്ക് അനുവദിച്ചുത്തരവിടുകയും ചെയ്തു.